എല്ലാരും എന്നോട് പറഞ്ഞു എന്തിനാണ് അത്രയും ദൂരെ പോയിട്ട് നിങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്താ, നാളെ നേതാക്കൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് വീട് തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ എന്ത് ഡിഫറൻസ് ആണത്. ഇപ്പൊ പാലക്കാട് ഇല്ലാത്തതിന് ട്രിവാൻഡ്രം വരെ പോയി കൊടുക്കേണ്ട ഇവരൊന്നും പിന്നെ മഷിയിട്ടാ പോലും കിട്ടില്ല എന്ന് പറയുന്നവരാണ് 2.5 കൊല്ലം ഇപ്പോഴെല്ലാം ഇങ്ങോട്ട്. പിന്നെ കിച്ചണൊക്കെ എന്തിട്ടുണ്ടെങ്കിൽ എവരി ഡേ നമ്മള് അത്ര റഫായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഒക്കെ ഒരു പാച്ച് വർക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉറപ്പായിട്ടും ഉണ്ടാവാം. അതായത് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഏരിയ. എനിക്ക് അജിയുടെ 2 റെഫറൻസ് വന്നിരുന്നു, ഞങ്ങൾ ഒന്ന് തീർത്തു ഇപ്പൊ. അല്ല അതാ ഞാൻ പറയാൻ വന്നത്. നമുക്ക് എല്ലാവരും അവരുടെ ഒരു ഡ്രീം ഒക്കെയാണ് ചെയ്യുന്നത്. അതൊരു ലൈഫിൽ ഒരു വൺ ടൈം അറ്റംപ്റ്റ് ആയിരിക്കും. അപ്പൊ അതിലൊക്കെ നമുക്കൊരു ഫീഡ്ബാക്ക് അല്ല ഒരു റെഫറൽ ഒക്കെ കൊടുക്കുമ്പോ എനിക്ക് ഞാൻ കൊടുത്തവരൊക്കെ എനിക്ക് നല്ല ഫീഡ്ബാക്ക് ആണ് അവര് തന്നിട്ടുള്ളത്. എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അജി. ഇവിടെ നമ്മുടെ ടീം ഫ്രീക്വന്റ്ലി ചിലപ്പോൾ വിളിക്കണ്ടാവും, ചിലപ്പോൾ അവിടുത്തെ നമ്പർ ആയതുകൊണ്ട് ചിലപ്പോൾ കണക്ട് ആവുന്നുണ്ടാവില്ല. ഇനിയിപ്പോ 2 ചോദ്യം ഞാൻ ചോദിക്കാം സാർ. ഇപ്പോ അറ്റ്ലസിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഗ്രോത്ത് ഫാദർ ആണ്. അപ്പോൾ ഞാൻ ഗ്രോത്ത് ഫാദർ എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ നമ്മളാണ് ഇപ്പോൾ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യണതും. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ അറ്റ്ലസിന് മതി എന്ന് തീരുമാനിക്കേണ്ട ആ ഒരു റീസൺ എന്തായിരുന്നു? അല്ല, ഞാൻ എപ്പോഴും ഒരു ഈ പീപ്പിൾ ആളാണ് ഞാൻ ശരിക്കും. അപ്പൊ നമ്മൾ മറ്റുള്ളവര് പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. അതായത് എനിക്ക് വേണ്ടപ്പെട്ടവര് എനിക്ക് തരുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ആ ഫീഡ്ബാക്ക് എനിക്ക് എന്താ പറയാ, അത് ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇപ്പൊ നോക്കൂ, ഞാൻ അതേപോലെ കൊടുത്ത 1-2 പേര് അവരും എന്റെ വാക്കിന്റെ മുകളിലാണ്. അവർക്ക് എന്താ പറയാ ഈ പറയുന്ന അറ്റ്ലസിനെ കുറിച്ച് അവർ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയില്ല അത്. അപ്പം ഞാൻ പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല ഒന്നല്ലല്ലോ. നമ്മളൊരു വീട് പണി തുടങ്ങുന്നു, ആ വീട് പണി തുടങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളെ പറ്റി നമുക്ക് ചിലപ്പം കല്ല് എവിടെ നിന്ന് എടുക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പൊ നോക്കി തുടങ്ങുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഈ ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നാണ് അത് എന്റെ കാര്യമായിട്ടാ ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടാവും. 2.5 കൊല്ലം ഇപ്പുറമാണ് ഞാൻ പറയുന്നത്. അതെ സാറിന്റെ സംസാരത്തിൽ ആ ഒരു തൃപ്തി തീർച്ചയായിട്ടും കാണാനുണ്ട്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഒരു ഷർട്ട് മേടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ആ ഷർട്ട് കളയാം, അടുത്ത ഷർട്ട് മേടിക്കാം. അങ്ങനെയല്ലല്ലോ വീടിന്റെ ഉള്ളിൽ ഇന്റീരിയർ എന്നൊന്നും പറയണേ. വർഷങ്ങളോളം നമ്മൾ അതിനെ ഗിൽറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സാർ ഇപ്പൊ 2.5 വർഷം കഴിഞ്ഞിട്ടും സാറിന് അതിൽ ഹാപ്പിനെസ് ആന്ന് പറഞ്ഞാല് 2.5 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ഇന്റീരിയേഴ്സ് ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല എന്നുള്ളതും കൂടെയാണ്. കാരണം ഇന്ന് ഓരോ 6 മാസം കഴിയുമ്പോഴും ട്രെൻഡ് മാറുവാണ് ഇന്റീരിയേഴ്സ്. ആൾക്കാർ അത്രയും ഡിസൈൻസ് പുതിയത് കാണുവാണ്. അപ്പൊ ട്രെൻഡി ആയിട്ടിരിക്കുക, എന്റെ വീട് ഇപ്പോഴും ലൈവ് ആണെന്ന് തോന്നുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര നല്ല കാര്യം തന്നെയാണ്. അപ്പൊ ആ ഹാപ്പിനെസ് സാറിന്റെ സംസാരത്തിലുണ്ട്. സോ എനിവേസ് താങ്ക് യു സോ മച്ച് സാർ. ഇതെന്താന്ന് അറിയോ, ഞങ്ങള് സാധാരണ രീതിയിൽ ടെസ്റ്റിമോണിയൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് സ്ക്രിപ്റ്റ് എടുത്ത് അങ്ങനെയുള്ള ഒരു പരിപാടികളൊക്കെ ആണല്ലോ. അത് മാറ്റാം. കാരണം എന്താന്ന് വെച്ചാൽ റിയൽ സ്റ്റോറീസ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ ഉണ്ടാക്കണേ? റിയൽ സ്റ്റോറീസ് ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കിയ പോരെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്ക്രിപ്റ്റും ഇല്ലാണ്ട് സാറിനെ അങ്ങനെ ഡയറക്റ്റ് വിളിക്കുക, എടുത്തില്ലെങ്കിൽ എടുക്കണ്ട എന്നുള്ള രീതി തന്നെ അങ്ങ് വിളിച്ചേ. മനസ്സിലായില്ലേ? അപ്പൊ അത് മനസ്സിലായോണ്ടോ പറയേണ്ടിരുന്നേ.